മാറ്റാൻ നമുക്ക് ഇനിയുമായിട്ടില്ല എന്ന് ബാലുശ്ശേരി ഇവിടെ തെളിയിക്കുന്നു. പുരുഷന്റെ വേഷം കെട്ടിക്കലല്ല, പക്ഷേ ചിന്തയിൽ, ഭാവനയിൽ ഞങ്ങളും ഇവിടെയുണ്ട് എന്ന് പറയലാണ്. ഉന്നം വെച്ച് തൊടുക്കും വാക്കുകൾ ഉറ്റം കൊണ്ട് തൊടുക്കും പെൺകടൽ എന്ന് പറഞ്ഞേ മതിയാവൂ. എത്രയൊക്കെ വായ് മൂടിക്കെട്ടിയാലും ഞങ്ങൾക്ക് ശബ്ദിച്ചേ മതിയാവൂ. അതുകൊണ്ട് തന്നെയാണ് സ്ത്രീപക്ഷ കേരളം ഇവിടെ തീവ്രമായ വലതുപക്ഷവൽക്കരണം മാധ്യമങ്ങളിലൂടെ, കുത്തകകളിലൂടെ, ഉപഭോഗ സംസ്കാരങ്ങളിലൂടെ, എന്തിനെ നിങ്ങൾ ചവിട്ടിത്തേക്കാൻ വിചാരിച്ചിട്ട് തേച്ചുപോയ കർഷക സമരം എന്ന് വിചാരിച്ചിട്ട് അവിടെ നിന്ന് പൊടിച്ചു മുത്തിയ ആ തീവ്രമായ കൂട്ടായ്മയുടെ, ഇച്ഛാശക്തിയുടെ ആ നാമ്പ് പോലെ ഇവിടെ എത്രയൊക്കെ ഇല്ലാതാക്കിയാലും ഉണ്ടാകും. അതുകൊണ്ടാണ് ഇവിടെ മലപ്പുറംകാരനായ നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു കവി പറഞ്ഞത്, നിങ്ങളൊരു കൂട് വരക്കുമ്പോൾ അതിനടിയിൽ പോയി ഒരു വാതിൽ ഞങ്ങൾ വരക്കും, ഒരു കഴുമരം വരക്കുമ്പോൾ അതിനടിയിൽ ജീവിതം എന്ന് ഞങ്ങൾ എഴുതും, നിങ്ങളൊരു വെടിയുണ്ട ഉതിർക്കുമ്പോൾ അതിനടിയിൽ ഒരു റോസാപ്പൂ വരച്ചു ചേർക്കാൻ ചങ്കൂറ്റമുള്ളവർ ഇവിടെ ഇടതുപക്ഷക്കാരാണ്. അതുകൊണ്ടാണ് നിങ്ങളൊരു ശ്മശാനം തീർക്കുമ്പോൾ അതിനടിയിൽ ചെന്ന് 4 വരി കവിത എഴുതി വെച്ച് ബാക്കിയെല്ലാം മായ്ച്ചു കളയാൻ പാകത്തിൽ ഇവിടെ ഇപ്പോഴും കുറച്ച് കവികൾ അവശേഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ അധ്യക്ഷന്റെ കവിത ചൊല്ലാൻ തന്നെയാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത്. അദ്ദേഹം നേരത്തെ പറഞ്ഞു, പറയോടാണെന്റെ പാട്ടെങ്കിലും കാട്ടുമാമരച്ചില്ലകൾ കേൾക്കാതിരിക്കുമോ. അത് ഒരു മുസ്ലിം പുരുഷനും ഒരു ഹിന്ദു വനിതയും കല്യാണം കഴിച്ചാൽ അത് വ്യഭിചാരമാവുമെന്ന് കടൽ തിരമാലകളോട് പറയുന്നവരോട് പറയാനുള്ളൊരു മറുപടി കൂടിയാണ്. നീ തിളയ്ക്കുമ്പോഴും നീ തണുക്കുമ്പോഴും സാഗരഗർജനം സാഗര ഗീതം നിലയ്ക്കുമോ എന്നൊരു ചോദ്യമുണ്ട്. ഈ പ്രകൃതി പാഠങ്ങൾ സ്ത്രീയുടെ ആർദ്രതയെ, സ്ത്രീയുടെ ഉർവരതയാണ് കാണിച്ചു തരുന്നത്. അതുകൊണ്ട് സ്ത്രീയെ മനസ്സിലാക്കാത്ത ഒരാളും എങ്ങും എത്താൻ പോകുന്നില്ല. അതിന് സത്യവും സമത്വമല്ല അമ്മ പറയുന്നത്. പണ്ട് BR അംബേദ്കർ എന്നൊരു മനുഷ്യൻ, അദ്ദേഹം പറഞ്ഞാൽ തീരില്ല, നന്ദിയുണ്ട്, വല്ലാത്ത നന്ദിയുണ്ട്. ആ ഭരണഘടനയുടെ ആമുഖം വെറുതെ നടന്നു പോകുമ്പോൾ എവിടെയെങ്കിലൊക്കെ പൊട്ടിച്ചു വെക്കും. കാരണം ഇത് ഇടതുപക്ഷമാണല്ലോ ഭരിക്കുന്നത്. അപ്പൊ ഒന്ന് വായിച്ചു പോകണം. ലാവണ്യ ബസ്സിൽ ഫ്രണ്ടിൽ തന്നെ അത് എഴുതി വെച്ചിട്ടുണ്ട്. വലിയ സന്തോഷമാണ് അതൊക്കെ കാണുമ്പോൾ. ഇവിടെ ലാവണ്യം നിലനിൽക്കണമെങ്കിൽ സ്ത്രീകളോട് സ്ത്രീപക്ഷ കേരളം എന്ന ആശയം കൊണ്ടുവരാൻ, ഇവിടെ പേരിനായാലും ഒരാളായിട്ട് എന്നെ ഇവിടെ വിളിച്ചു വരുത്താൻ കരുത്ത് നമ്മുടെ ഇടതുപക്ഷത്തിന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ചുരുങ്ങിയ ഒരു കവിത, മണമ്പൂർ രാജൻ ബാബു സാറിന്റെ കവിത, പണം മുടക്കാനാവില്ല, ചോറും കറിയും വെക്കാൻ നല്ലൊരു പാചകയന്ത്രം വേണം, പണം മുടക്കാനാവില്ല, ഉടുപ്പും